എന്നും നിലപാടുകൾ തുറന്നു പറയുന്ന യുവനടനാണ് ഷെയ്ൻ നിഗം. നിലപാടുകൾ തുറന്നു പറയുന്നതിനാൽ സംഘപരിവാർ അടക്കമുള്ള സൈബർ പ്രൊഫൈലുകളിൽ നിന്നും വൻതോതിൽ സൈബർ ആക്രമണവും ഷെയ്ൻ നേരിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം റഫേൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിക്കെതിരെ എല്ലാ കണ്ണുകളും റഫേലിലേക്ക് എന്ന് പോസ്റ്റിട്ടിരുന്നു. അത്തരം പോസ്റ്റുകൾ ഇട്ടവർക്കെതിരെ സംഘപരിവാർ സൈബർ പ്രൊഫൈലുകളിൽ നിന്ന് സൈബർ ആക്രമണം വ്യാപകമായിരുന്നു. അതിനിടയിലാണ് പുതിയ സ്റ്റാറ്റസുമായി ഷെയ്ൻ നിഗം രംഗത്തെത്തിയിരിക്കുന്നത്. കഫ്യ ധരിച്ച ചിത്രത്തിന് സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന ക്യാപ്ഷനോടെയാണ് പുതിയ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത്. പുതിയ സ്റ്റോറിയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. മമ്മൂട്ടിയെ അടക്കം സുഡാപ്പിയും ജിഹാദിയുമൊക്കെ ആക്കുന്ന സംഘപരിവാർ പ്രൊഫൈലുകൾക്ക് അതേ പേരുപയോഗിച്ച് നേരിടുന്ന ഷെയ്ൻ നിഗത്തിന്റെ പോസ്റ്റിന് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തി. ഇസ്രായേൽ നരഹത്യ തുടരുന്നതിനിടെ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി സൂപ്പർ താരം ദുൽഖർ സൽമാൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. റഫേലിലെ ഇസ്രായേൽ അതിക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് താരത്തിന്റെ ഐക്യദാർഢ്യം. എല്ലാ കണ്ണും റഫേൽ എന്ന തലവാചകത്തോടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ക്യാമ്പയിനിൽ പങ്കുചേരുകയായിരുന്നു ദുൽഖർ. അതേസമയം ഇസ്രായേൽ കൂട്ടക്കുരുതിക്കിരയായ റഫേലിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഭാര്യ ഋതിക സജ്ദക്കർക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം നടന്നു. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ എല്ലാ കണ്ണും റഫേലിലേക്ക് എന്ന പോസ്റ്റർ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാക്കിയതിന് പിന്നാലെയാണ് സംഘപരിവാർ പ്രൊഫൈലുകൾ വിദ്വേഷ പ്രചാരണമടക്കമുള്ള സൈബർ ആക്രമണവുമായി രംഗത്തെത്തിയത്. വലിയ തോതിലുള്ള സൈബർ ആക്രമണത്തിന് പിന്നാലെ ഋതിക പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. എപ്പോഴെങ്കിലും കാശ്മീരി പണ്ഡിറ്റുകളെക്കുറിച്ച് അവർ സംസാരിച്ചിട്ടുണ്ടോ? പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുണ്ടോ? സെലക്റ്റീവ് ആക്ടിവിസമാണ് ഋതികയുടേതെന്നാരോപിച്ച് നിരവധി പോസ്റ്റുകൾ എക്സിൽ സംഘപരിവാർ പ്രൊഫൈലുകൾ പ്രചരിപ്പിച്ചിരുന്നു. വിരാട് കോഹ്ലി സ്ഥിരമായി ക്ഷേത്രം സന്ദർശിക്കാറുണ്ട്. MS ധോണി സ്ഥിരമായി ഭഗവത്ഗീത വായിക്കാറുണ്ട്. എന്നാൽ രോഹിത് ശർമ്മ ഓസ്ട്രേലിയയിൽ പോയി പശുമാംസം കഴിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫലസ്തീന് പിന്തുണ പ്രഖ്യാപിക്കുന്നു തുടങ്ങിയ കമൻറ്റുകളും ഋതികയുടെ സ്റ്റോറിയുടെ സ്ക്രീൻഷോട്ടിനൊപ്പം പ്രചരിക്കുന്നുണ്ട്. അതേസമയം റഫേലെ ടെന്റുകളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ക്രൂരതയ്ക്കെതിരെ വലിയ പ്രതിഷേധ ക്യാമ്പയിനാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ട്വിറ്ററിൽ ഇസ്രായേൽ സൈന്യം കൊന്നുകളഞ്ഞ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഹൃദയഭേദകമായ ചിത്രങ്ങളും വീഡിയോകളുമാണ് പ്രചരിക്കുന്നത്. ഓൾ ഐസ് ഓൺ റഫ എന്ന പോസ്റ്ററാണ് ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നത്. രാഷ്ട്രീയക്കാരും സിനിമ, ഫുട്ബോൾ താരങ്ങളും യുവാക്കളും വിദ്യാർത്ഥികളുമടക്കം മിക്കവരും സ്റ്റോറിയാക്കി ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ട്വിറ്ററിൽ പ്രചരിക്കുന്ന വീഡിയോകളും ഇസ്രായേലിന്റെ ക്രൂരത വെളിപ്പെടുത്തുന്നതാണ്. വെടിയുണ്ട തുളച്ചുകളഞ്ഞ കുഞ്ഞിന്റെ തലയും പിടിച്ചു നിൽക്കുന്ന രക്ഷാപ്രവർത്തകരും, കഴുത്തറ്റുപോയ ഉടലിൽ ബാക്കിയായ കുഞ്ഞുമക്കളുടെ ശരീരം ചേർത്ത് പിടിച്ചു നിൽക്കുന്ന പിതാവും, ബോംബുകൾ തുപ്പിയ തീയിൽ വെന്തു നീറിപ്പോയ കുഞ്ഞുടലുകൾ പിടിച്ച് അലമുറയിട്ട് കരയുന്ന മാതാപിതാക്കളും ചിത്രങ്ങളും വീഡിയോകളുമാണ് ട്വിറ്ററിൽ വൈറലായി മാറിയിരിക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.